ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ഉലർത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഏകദേശം കഴുകി നന്നാക്കിയൊക്കെ വന്നപ്പോൾ 1.25 കപ്പോളം ഉണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ അടുക്കെ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് കുടംപുളിയാണ്. അപ്പോൾ ഒരു ചെറിയ പീസാട്ടോ, ഒരുപാട് വലുതൊന്നുമില്ല, ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട, നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെന്തിട്ട് പോകണ്ട, അതിൽ നന്നായിട്ട് തിളച്ച് പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുക, അത്ര ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ ഇവിടെയൊക്കെ ഫ്രൈ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യാറാണ് പതിവ്. അത് കഴിഞ്ഞിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മളിതിൽ ഈ പുളി എടുത്ത് മാറ്റിയിട്ടാണ് ഫ്രൈ ചെയ്യുക. അങ്ങനെ ഇതുവരെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ചെമ്മീൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കറിയിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇടുന്ന തേങ്ങാക്കൊത്തൊന്ന് വറുത്ത് മാറ്റാണേ. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയപ്പോഴത്തേക്കും മാറ്റി. പിന്നെ ഞാൻ അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഏകദേശം 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ പെരിഞ്ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ കറിവേപ്പിലയുടെ കുറച്ച് ഫ്ലേവറും കൂടി കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കണ ഏകദേശം ഒരു 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ അരിഞ്ഞതാണെങ്കിലും ചേർത്താൽ മതി, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ചേർത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു സ്മെല്ല് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക്, ഒരുപാടൊന്നും ഇല്ല, 2 പച്ചമുളക് ചേർത്തിട്ടുള്ളൂ, ഒരുപാട് എരിവുള്ളൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളക്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഏകദേശം 1 കപ്പ് അളവിൽ ചെറിയുള്ളിയാണ്. അപ്പോൾ ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് ഇപ്പോൾ ചെറിയുള്ളി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെറിയുള്ളി ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വലിയ സവാള ഇട്ടാൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ എന്ന് പറയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ മുളക് പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല. അപ്പോൾ ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇനി ഈ ഇട്ട പൊടികളുടെയൊക്കെ ആ ഒരു സ്മെല്ല് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെമ്മീൻ വേവിക്കാൻ വെച്ചൊക്കെ നന്നായിട്ട് അതിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലിട്ട കുടംപുളീനൊക്കെ എടുത്ത് മാറ്റാണ് കേട്ടോ. ഇനി നമുക്കത് ആവശ്യമില്ല, അത്യാവശ്യം ചെമ്മീനിൽ നല്ല പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി സ്പെഷ്യലായിട്ട് ഇതിൽ തക്കാളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെമ്മീനിൽ അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെമ്മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു മസാല ചെമ്മീനിൽ നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ചിട്ടോ, ഏകദേശം ഒരു 1/2 കപ്പിൻ്റെയും 1/4 കപ്പിൻ്റെയും നടുക്ക് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിവേപ്പില നമ്മൾ ആദ്യം കുറച്ച് ചേർത്തതാണ്, എന്നാലും കുറച്ചും കൂടെ ചേർക്കുക. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. കറിവേപ്പിലയുടെ ഫ്ലേവർ എപ്പോഴും നല്ലതല്ലേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ആ ചെമ്മീൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, കറക്റ്റ് ആ മസാലയുടെ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ക്യാമറയിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത്, ശരിക്കും ഒരു ബ്രൗൺ കളറിലാണ് കേട്ടോ ഇതിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ചെമ്മീൻ ഉലർത്താണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. നമുക്ക് ഊണിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും, നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്താണെങ്കിലും ചെമ്മീൻ മേടിക്കുമ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഇത് കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമ്മളുടെ ഈ പേജിൽ ഒരുപാട് ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസ് ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പേജ് ഫോളോ ചെയ്തിട്ട് ലൈക്ക് ചെയ്തേക്കാം. വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.